മഹാനായ ശൈഖ് ആദം ഹസ്രത്ത് തന്റെ ജീവിതത്തിന്റെ മുഴുഭാഗവും ഖാദിമീങ്ങൾ ആവശ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം തന്നെ ചെയ്തവരായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രങ്ങൾ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അവിടത്തേക്ക് ഒരു ഖാദിമ വരുന്നുണ്ട്. ആ ഖാദിമ താൻ ഉപയോഗിക്കുന്ന ഒരു മൺകിണ്ടിയുണ്ട്. ഇത് പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ ബാത്റൂമിലേക്കും തന്റെ വുളൂഇന്റെ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു മൺകിണ്ടിയുണ്ട്. ആ മൺകിണ്ടി അതിന്റെ പഴക്കം കൊണ്ട് പൊട്ടാനിരിക്കുന്ന ഒരു സമയത്ത് തന്റെ ഖാദിമ വന്നിട്ട് ശൈഖ് അവറുകളോട് പറയുന്നുണ്ട്, ഇത് മാറ്റിവെക്കട്ടെ, ഇത് ഏകദേശം പൊട്ടാനായിട്ടുണ്ട്, ഇത് പഴകിയിട്ടുണ്ട്. അപ്പൊ മഹാനവറുകൾ ശൈഖ് ആദം ഹസ്രത്ത് മഹാനവറുകൾ പറയുന്നുണ്ട്, ആവശ്യമില്ല, അതെനിക്ക് ആവശ്യമില്ല, അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടു നടന്നതാണ്, മാറ്റേണ്ടതില്ല. അങ്ങനെ പക്ഷെ തന്റെ ഖാദിമ അവര് കാണാതെ അതൊരു സന്ദർഭത്തിൽ പൊട്ടിക്കുകയും എന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ആദം ഹസ്രത്തിന് ആ ഒരു മൺകിണ്ടി തന്റെ കയ്യിലുള്ള 25 പൈസ കൊടുത്തിട്ട് പുതിയ മൺകിണ്ടി വാങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ശൈഖ് ആദം ഹസ്രത്ത് പൊട്ടിക്കരയുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്റെ ഇത്രയും കാലത്തെ ബാത്റൂമിൽ ടോയ്ലറ്റുകളിൽ പോയാൽ ഒരൊറ്റ ഒരു വസ്തു മാത്രമേ എന്റെ ഔറത്ത് ദർശിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഹയാത്തുണ്ടല്ലോ. മഹാനായ ശൈഖ് ആദം ഹസ്രത്ത് പറയുന്നു, എന്റെ ജീവിതത്തിന്റെ ഇത്രയും കാലത്തിനിടയിൽ ഈ ഒരു മൺകിണ്ടി മാത്രമേ എന്റെ ഔറത്ത് കണ്ടിട്ടുള്ളൂ. എന്തിനാണ് എന്റെ ഒരു 25 പൈസന്റെ കുറവൊന്നും അല്ല ഞാൻ അത് വാങ്ങാതിരുന്നത്, മറ്റൊരു വസ്തു കൂടി എന്റെ ഔറത്ത് ദർശിക്കുമല്ലോ എന്ന ഒരു ഭയവിഹ്വലതയായിരുന്നു എന്നെ അതിലേക്ക് വാങ്ങാതിരിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അവരൊക്കെ കാണിച്ച സൂക്ഷ്മത എത്രയാണ്, അവർ കാണിച്ച സൂക്ഷ്മത എത്രയാണ്. നമ്മളുടെ ഡിവൈസുകളിൽ നിന്ന് അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, നമ്മുടെ ഔറത്തുകൾ അനാവശ്യമായ മറ്റാളുകളിലേക്ക്, നമ്മളുടെ ജീവിതത്തിന്റെ സഹപ്രവർത്തകരായ സഹപാഠികളായ കൂട്ടുകാരിലേക്ക് എങ്ങനെയാണ് നമ്മൾ അത്തരം മേഖലകൾ ഇടപെടാറുള്ളത് എന്ന് നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിന്റെയും അടിത്തറ ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നത് ഏതെങ്കിലും ഒരു ശൈഖിന്റെ ആ അകത്തളങ്ങളിൽ ചെന്ന് 4 ദിക്ർ വാങ്ങി അവിടെ ചടഞ്ഞുകൂടി ഇരിക്കലാണ് ആത്മീയത എന്നാണ്. അല്ല, നമ്മുടെ ഉസ്താദുമാര് കാണിച്ചു തന്ന വഴിയെ യഥാവിധി അക്ഷരം പ്രതി നമ്മളത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ആത്മീയത എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും വ്യാജ ശൈഖിന്റെ സവിധത്തിൽ ചെന്ന് 4 ദിക്ർ വാങ്ങി വലിയ തസ്ബീഹുമാല ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു വലിയൊരു ശൈഖ് ത്വരീഖത്തിന്റെ പട്ടത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ഒരു വലിയ ആത്മീയതയുള്ളയാളായി മാറുന്നത് എന്ന് തിരിച്ചറിയുന്നത് അബദ്ധമാണ്.